കുരിശിന്മേൽ മരിച്ച ദൈവപുത്രന്റെ ഓർമ്മകളെ ധ്യാനിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഈശോയുടെ മരണത്തെക്കുറിച്ച്, പീഡാസഹനത്തെക്കുറിച്ച് വിഷമിക്കാനല്ല നമ്മൾ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക, പീഡാൻ പോവുക, ധ്യാനങ്ങൾ നടത്തുക. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. സഹനങ്ങൾ ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഗെത്സമനി തോട്ടത്തിൽ വെച്ച് രക്തം വാർത്ത് കരഞ്ഞു വിലപിച്ച് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. രക്തം ഉയർത്ത് ഈശോ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും പിതാവായ ദൈവം ശാന്തനായിരിക്കുന്നു. വലിയ ആഴ്ചകളിലേക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി എടുത്തൊരുക്കൊണ്ടിരിക്കുമ്പോൾ, പീഡനമോ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മുറിവുകൾ തിരുമുറിവുകളായി മാറ്റാം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് നിന്ന് അതിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, സ്നേഹം നിങ്ങളെ മാടി വിളിക്കുമ്പോൾ നിങ്ങൾ സ്നേഹത്തിന്റെ ഒപ്പം ഇറങ്ങിപ്പോയിക്കൊള്ളുക. അതിന്റെ ചിറകുകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വാൾ നിങ്ങളെ മുറിപ്പെടുത്തുമെന്ന ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ മാത്രം സ്നേഹം വിളിക്കുമ്പോൾ ഇറങ്ങിപ്പോയിക്കൊള്ളുക. പക്ഷേ സ്നേഹത്തിന്റെ ചിറകുകളിൽ ഒരു വാളുണ്ട്, അത് സഹനമാണ്. സ്നേഹമെന്നാൽ സഹനമാണ്, സഹനമെന്നാൽ സ്നേഹമാണ്. സഹിക്കാതെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റുകയില്ല, സ്നേഹിക്കാതെ ഒരിക്കലും സഹിക്കാൻ പറ്റുകയില്ല. അതാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. വീണ്ടും അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്, സ്നേഹത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ഇരു കൈകളും ഇങ്ങനെ വിരിച്ചു പിടിക്കുക, പുറകിൽ കാണുന്നത് കുരിശായിരിക്കും. സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ കൈകൾ വിരിച്ചു പിടിക്കുമ്പോൾ പുറകിൽ കാണുന്നത് കുരിശായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങൾ അത് ദൈവിക പദ്ധതിയാണ്. കൂടുതൽ സ്നേഹിക്കുവാനായിട്ട്, കൂടുതൽ ക്ഷമിക്കുവാനായിട്ട്, കൂടുതൽ വിശുദ്ധിയിലേക്ക് ജീവിക്കുവാനായി ദൈവം നൽകുന്ന, ഒരുക്കുന്ന പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ സഹനങ്ങളെ വിശ്വാസപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യം അനശ്വര സ്നേഹത്തിന്റെ ഉറവിടമായി ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കുന്നു പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരിയെ ദിവ്യകാരുണ്യനെ നാഥനെ നമ്മുടെ കണ്ണുകൾ തുറന്ന് നമുക്ക് നോക്കാം. അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന മുറിയപ്പെട്ട സ്നേഹത്തെ നമുക്ക് കാണാം. ഓ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ, സ്വന്തമാക്കുവാൻ അവിടുന്ന് ദിവ്യകാരുണ്യത്തിൽ സജീവനായി സന്നിഹിതനാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സംഭവങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് എന്നെ സ്തുതിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയ വേദനകൾ ഓർത്ത്, നീ ഞങ്ങൾക്ക് നൽകിയ സങ്കടങ്ങൾ ഓർത്ത്, നീ ഞങ്ങളുടെ ജീവിതത്തിലേറ്റ അടികളെ ഓർത്തുകൊണ്ട്, ക്ഷതങ്ങളെ ഓർത്തുകൊണ്ട്, പണിതീർന്ന കഷ്ടതയെ ഓർത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മുറിവുകളെല്ലാം തിരുമുറിവുകളാക്കി രൂപാന്തരപ്പെടുത്തണമേ. വേദനകളെല്ലാം വലിയ സ്നേഹത്തിന്റെ അനുഭവങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയത്തിലേറ്റ എല്ലാ ഒടുക്കളും കർത്താവേ, അങ്ങയുടെ ഹൃദയത്തിലേറ്റ മുറിവിനാൽ ഇപ്പോൾ തുടച്ചു മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി.
സർവ്വലോകമതിവികാരം ഈശോയ്ക്ക് ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാ